നമ്മൾ അറ്റോമിക് സ്ട്രക്ചറിലെ ഏറ്റവും പുതിയ ഒരു മോഡലാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ പേരാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം. നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകളായിരുന്നു. ഒന്ന് ഡി ബ്രോളീസ് മാറ്റർ വേവ്സ് അല്ലെങ്കിൽ ഡുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ, പദാർത്ഥങ്ങളുടെ ദ്വന്ദ്വ സ്വഭാവം. രണ്ടാമത്തത് ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അതായത് ഈ രണ്ട് പ്രിൻസിപ്പിൾസാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിൻ്റെ ബേസിസ് എന്ന് പറയുന്നത്. ഈ രണ്ട് കൺസെപ്റ്റുകൾ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ പുതിയ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ എന്ന ഈ ആറ്റോമിക് മോഡൽ പറയുന്നത്. ഈ ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിൻ്റെ ബേസിസ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനെയാണ് നമ്മൾ പൊതുവെ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ. ഓക്കെ, ഈ ഇക്വേഷനാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റത്തിൻ്റെ ഏറ്റവും ബേസിസ് ആയിട്ടുള്ള ഇക്വേഷൻ. ആ ഇക്വേഷൻ നമ്മൾ സാധാരണയായിട്ട് ഇങ്ങനെ എഴുതും. ഇങ്ങനെയാണ് എഴുതുന്നത്. കുറേ ആൾക്കാർക്കൊക്കെ ഇതൊക്കെ കാണുമ്പോൾ പുതിയതായിരിക്കും. എച്ച് ക്യാപ് സൈ ഈസ് ഈക്വൽ ടു ഇ സൈ. ഇതിൽ ഇ എന്ന് പറയുന്ന ഒരു ടേം മാത്രമേ നിങ്ങൾക്ക് അറിയാവൂ. ഇപ്പോൾ എച്ച് ക്യാപ്പ് എന്ന് പറയുന്ന ഈ കാര്യത്തെ നമ്മൾ പറയുന്ന പേര് അതിൽ ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേറ്ററാണ്. മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റർ. ഈ മാത്തമാറ്റിക്കൽ ഓപ്പറേറ്ററിനെ നമ്മൾ സാധാരണ പറയുക ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ എന്നാണ്. ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. ഓക്കെ, ഇനി ഈ സൈ എന്ന് പറയുന്ന ഈ ടേം, സൈ എന്ന് പറയുന്ന ഈ ടേമിനെ അല്ലെങ്കിൽ ഈ സിമ്പലിനെ നമ്മൾ സാധാരണ പറയുന്നത് വേവ് ഫംഗ്ഷൻ എന്നാണ്. വേവ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനെയാണ് നമ്മൾ സാധാരണയായിട്ട് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത്. എച്ച് ക്യാപ് സൈ ഈസ് ഈക്വൽ ടു ഇ സൈ. അതിൽ എച്ച് ക്യാപ് എന്നതിനെ നമ്മളൊരു മാത്തമാറ്റിക്കൽ ഓപ്പറേറ്ററാണ്, അതിൻ്റെ പേരാണ് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. സൈ എന്ന് പറയുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? വേവ് ഫംഗ്ഷൻ. ഇനി ഈ സൈ എന്ന് പറയുന്ന സംഗതി എന്താണെന്ന് നോക്കാം. സൈ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൺലി എ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ. അപ്പം അതിന് ഒരു ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണ് എന്ന് ചോദിച്ചാൽ അങ്ങനെ വലിയൊരു സിഗ്നിഫിക്കൻസ് ഒന്നും എന്തിലില്ല, സൈ എന്ന് പറയുന്ന ടേമിന് ഇല്ല. കാരണം ഇത് സൈ ഓൺലി റെപ്രസെൻറ്റ്സ് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രോൺ വേവ്. ഇറ്റ് റെപ്രസെൻറ്റ്സ് the amplitude of electron wave. ഇലക്ട്രോൺ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് റെപ്രസെൻ്റ് ചെയ്യുന്ന മാത്രമാണ് ഈ സൈ എന്ന് പറയുന്ന ഈ ലെറ്റർ. അല്ലാതെ അതിന് വേറെ വലിയ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഒന്നും തന്നെ ഇല്ല. എന്നാൽ ഇതിൻ്റെ സ്ക്വയർ, സൈ സ്ക്വയർ എന്ന് പറയുന്നത് അത് എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു? ഒരു ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ കാണാനുള്ള സാധ്യതയെ കാണിക്കുന്ന ഒരു ടേമാണ് എന്ത്? സൈ സ്ക്വയർ എന്ന് പറയുന്നത്. അതായത് വേവ് ഫംഗ്ഷൻ്റെ സ്ക്വയർ. അപ്പോൾ ഇലക്ട്രോണിനെ കാണപ്പെടാനുള്ള സാധ്യത അല്ലെങ്കിൽ പ്രോബബിലിറ്റി കാണിക്കുന്ന ഒരു ടേം ആയതുകൊണ്ട് നമ്മൾ സൈ സ്ക്വയറിനെ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയും. പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന ടേം കൊണ്ടാണ് കാണിക്കുന്നത്. അപ്പോൾ സൈന് ഒരു ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഇല്ലെങ്കിലും സൈ സ്ക്വയർ എന്ന് പറയുന്ന ടേമിന് എന്തുണ്ട്? ഒരു ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദി പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ അറൗണ്ട് എ ന്യൂക്ലിയസ്. ഓക്കെ, ഇറ്റ് റെപ്രസെൻറ്റ്സ് ദി പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ അറൗണ്ട് എ ന്യൂക്ലിയസ്. ഇനി ഈ വേവ് ഫംഗ്ഷൻ ഇപ്പം നമ്മൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് ഒരുപാട് സൊല്യൂഷൻസ് കിട്ടും. ഓക്കെ, ഈ സൊല്യൂഷൻസിനെയൊക്കെ നമ്മൾ സാധാരണ പറയുന്ന പേര് വേവ് ഫങ്ഷൻസ് എന്നാണ്. ഷ്രോഡിഞ്ചർ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്താൽ കിട്ടുന്ന സൊല്യൂഷൻസിനെ നമുക്ക് എന്ത് പറയാം? വേവ് ഫങ്ഷൻസ് എന്ന് പറയാം. ഓരോ വേവ് ഫങ്ഷനും നമുക്ക് വേണമെങ്കിൽ ഒരു ഓർബിറ്റൽ എന്ന് പറയാം. ഓരോ ഓർബിറ്റലിനെയും റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഓരോ വേവ് ഫങ്ഷൻസും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അതായത് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻസിനെ നമുക്ക് ഓരോ ഓർബിറ്റൽസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ഓർബിറ്റൽ എന്ന് പറയുന്ന ഒരു ടേം എന്താണ്? ഒരു പുതിയ ടേമാണ്.
അപ്പോൾ ഈ ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം, ദി 3-dimensional area around a nucleus where the probability of finding an electron is maximum. അതായത് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കാണപ്പെടാൻ സാധ്യത കൂടിയ ഏരിയ, അതായത് 3D ത്രിമാനമായ രീതിയിൽ 3-dimensional ഏരിയ, അതിനെയാണ് നമ്മൾ സാധാരണയായിട്ട് എന്ത് പറയുക, ഒരു ഓർബിറ്റൽ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നേരത്തെ കേട്ടൊരു ടേമാണ് ഓർബിറ്റ്. അപ്പം ഈ രണ്ട് ടേമും പല ആളുകൾക്കും കൺഫ്യൂഷൻ ആവാറുണ്ട്. എന്താണ് ഓർബിറ്റ്, എന്താണ് ഓർബിറ്റൽ? ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ രണ്ട് ടേംസും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് മനസ്സിലായാൽ മാത്രമേ നമുക്ക് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ അത് പറഞ്ഞു തരാം. എന്താണ് ഈ ഓർബിറ്റും ഓർബിറ്റലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ദിസ് ഈസ് ഓർബിറ്റ് ആൻഡ് ദിസ് ഈസ് ഓർബിറ്റൽ. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ നോക്കിയാൽ ഫസ്റ്റിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഇറ്റ് ഈസ് ദി സർക്കുലാർ പാത്ത്. ഇറ്റ്സ് ഓൺലി എ സർക്കുലാർ പാത്ത്. ഒരു സർക്കുലാർ പാത്താണ്, സർക്കുലാർ path around a nucleus through which electrons are revolve around the nucleus. അപ്പോൾ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങുന്ന ഒരു വൃത്താകാരത്തിലുള്ള ഒരു പാത മാത്രമാണ് എന്ത്, ഓർബിറ്റ് എന്ന് പറയുന്നത്. അതേസമയം ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇറ്റ് ഈസ് ദി 3-dimensional ഏരിയ അറൗണ്ട് എ ന്യൂക്ലിയസ് വേർ ദി probability of finding an electron is maximum. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കാണപ്പെടാൻ സാധ്യത കൂടിയ ഒരു മേഖലയാണ് എന്ത്, ഓർബിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടാമത്തെ ഡിഫറൻസ് ആയിട്ട് നമുക്ക് പറയാം. ഓർബിറ്റ് എന്ന് പറയുന്നത് 2-dimensional ആണ്. നമുക്കൊരു പ്ലെയിനിലാണ് നമ്മൾ സാധാരണയായിട്ട് ആ സർക്കുലർ പാത്ത് വരക്കുന്നത് അല്ലേ. അതേസമയം ഓർബിറ്റൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് 3-dimensional ആണ്. 3-dimensional ആണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടാമത്തൊരു ഡിഫറൻ്റ് ആണ്. അതായത് ഓർബിറ്റ് ഈസ് എ 2-dimensional കൺസെപ്റ്റ്, ബട്ട് ഇൻ ദി കേസ് ഓഫ് ഓർബിറ്റൽ ഇറ്റ് ഈസ് എ 3-dimensional കൺസെപ്റ്റ്. മൂന്നാമത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ ഓർബിറ്റും സർക്കുലാർ ഷേപ്പിലാണ്. ഓൾ ഓർബിറ്റ്സ് ആർ ഇൻ ദി സെയിം ഷേപ്പ്, അതായത് സർക്കുലാർ ഷേപ്പിലാണ് എന്തുള്ളത്, എല്ലാ ഓർബിറ്റും ഉള്ളത്. അതേസമയം ഓർബിറ്റലിൻ്റെ കേസിൽ ഓരോ ഡിഫറെൻ്റ് ഓർബിറ്റലിനും ഡിഫറെൻ്റ് ഷേപ്പ് ആയിരിക്കും, ഡിഫറെൻ്റ് ഷേപ്പ്. ഓക്കെ, ദിസ് ഈസ് ദി തേർഡ് ഡിഫറൻസ് ബിറ്റ്വീൻ ഓർബിറ്റ് ആൻഡ് ഓർബിറ്റൽ. എല്ലാ ഓർബിറ്റുകളും എന്താണ്, സർക്കുലാർ ഷേപ്പിലായിരിക്കും. എന്നാൽ ഓർബിറ്റൽ എന്ന് പറയുന്നത് പലതരം ഓർബിറ്റലുകളുണ്ട്. ആ പലതരം ഓർബിറ്റലുകൾക്കും പലതരം ഷേപ്പുകളാണ്. ഇനി നാലാമത്തെ ഒരു ഡിഫറൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, എന്താ, ഒരു ഡയറക്ഷണൽ പ്രോപ്പർട്ടീസ് ഇല്ലാത്ത ഒരു കൺസെപ്റ്റാണ് എന്ത്, ഈ ഓർബിറ്റ് എന്ന് പറയുന്നത്. നോ ഡയറക്ഷണൽ പ്രോപ്പർട്ടീസ്. ഓക്കെ, അപ്പോൾ ഡയറക്ഷണൽ പ്രോപ്പർട്ടീസ് ഇല്ലാത്ത ഒരു കൺസെപ്റ്റാണ് ഓർബിറ്റ് എന്ന് പറയുന്നത്. അതേസമയം ഈ എല്ലാ ഓർബിറ്റലുകളും എക്സെപ്റ്റ് എസ് ഓർബിറ്റൽ ഒഴിച്ച് ബാക്കി എല്ലാ ഓർബിറ്റൽസിനും എന്തുണ്ട്, ഡയറക്ഷണൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓക്കെ, എസ് ഓർബിറ്റൽ ഒഴിച്ച് ബാക്കി എല്ലാ ഓർബിറ്റൽസിനും എന്തുണ്ട്, ഡയറക്ഷണൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. സോ ദീസ് ആർ ദി ഡിഫറൻസസ് ബിറ്റ്വീൻ an orbit and an orbital. ഇത് രണ്ടും ഒരേ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്, അതും തെറ്റാണ്. രണ്ടും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. എന്തൊക്കെയാണ് ആ ഡിഫറൻസ് എന്ന് വെച്ചാൽ, ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങുന്ന സർക്കുലാർ പാത്ത് മാത്രമാണ്. അതിനൊരു 2-dimensional എന്താണ്, പ്രോപ്പർട്ടിയാണ്. പിന്നെ എല്ലാ ഓർബിറ്റിനും ഒരേ ഷേപ്പാണ്, സർക്കുലാർ ഷേപ്പാണ്. നോ ഡയറക്ഷണൽ പ്രോപ്പർട്ടീസ്, അതായത് ഓർബിറ്റിന് എന്തില്ല, ഡയറക്ഷണൽ പ്രോപ്പർട്ടീസ് ഇല്ല. അതേസമയം ഒരു ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ അത് ഒരു ക്വാണ്ടം മെക്കാനിക്കൽ കൺസെപ്റ്റാണ്.
ഓക്കെ, അതായത് ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കാണപ്പെടാൻ കൂടിയ മേഖലകളെയാണ് നമ്മൾ എന്ത് പറയുക, ഒരു ഓർബിറ്റൽ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു കൺസെപ്റ്റ് എങ്ങനെയാണ് നമ്മളൊരു ഓർബിറ്റലിലേക്ക് എത്തിയതെന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഓക്കെ, ദെൻ ഇതൊരു 3 ഡയമെൻഷണൽ കൺസെപ്റ്റാണ്. ഇതിന് എന്താ ഡിഫറെൻറ്റ് ഷേപ്പുകളുണ്ട്. അതേപോലെ തന്നെ എസ് ഓർബിറ്റൽ ഒഴിച്ച് ബാക്കി എല്ലാ ഓർബിറ്റലുകൾക്കും ഡയറക്ഷണൽ പ്രോപ്പർട്ടീസും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ ഓർബിറ്റൽ എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഇനി നമ്മൾ ഒരു ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം ഡിസ്ക്രൈബ് ചെയ്യാൻ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു ടേമാണ് ക്വാണ്ടം നമ്പേഴ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ക്വാണ്ടം നമ്പേഴ്സ്. എന്താണ് ഈ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് ചോദിച്ചാൽ, നമുക്കൊരു ഓർബിറ്റലിലുള്ള ഒരു ഇലക്ട്രോണിനെ നമുക്ക് ഡെസിഗ്നേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു സെറ്റ് ഓഫ് നമ്പേഴ്സ് വേണം. അതായത് നമുക്ക് വേണമെങ്കിൽ വളരെ സിമ്പിളായി ഒരു ആറ്റത്തിലെ ഒരു ഇലക്ട്രോണിൻ്റെ അഡ്രസ്സ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന 4 ഇൻ്റഗ്രൽ വാല്യൂസിനെയാണ് നമ്മൾ എന്ത് പറയുക, ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത്. പ്രധാനമായും 4 ക്വാണ്ടം നമ്പേഴ്സാണ് ഉള്ളത്. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തതാണ് പ്രിൻസിപ്പാൾ ക്വാണ്ടം നമ്പർ. പ്രിൻസിപ്പാൾ ക്വാണ്ടം നമ്പർ. ദിസ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് എൻ. എൻ എന്നുള്ള ലെറ്റർ കൊണ്ടാണ് നമ്മൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ നോട്ടേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തതാണ് അസിമതൽ ക്വാണ്ടം നമ്പർ. അസിമതൽ ക്വാണ്ടം നമ്പർ അതിനെ നമ്മൾ സാധാരണയായിട്ട് എൽ എന്ന സ്മോൾ ലെറ്റർ എൽ എന്ന ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. മൂന്നാമത്തതാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. അതിനെ നമ്മൾ എം എന്നുള്ള സ്മോൾ ലെറ്റർ എം എന്നുള്ള ലെറ്റർ കൊണ്ട് കാണിക്കുന്നു. നാലാമതായിട്ടുള്ളതാണ് സ്പിൻ ക്വാണ്ടം നമ്പർ. അതിനെ നമ്മൾ സ്മോൾ ലെറ്റർ എസ് കൊണ്ട് കാണിക്കുന്നു. അപ്പം ഇങ്ങനെ ഈ 4 നമ്പറുള്ള ഒരു സെറ്റ് വെച്ചിട്ടാണ് നമ്മളൊരു ആറ്റത്തിലെ ഒരു ഓർബിറ്റലിലുള്ള ഇലക്ട്രോണിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്പേഴ്സിനെ നമുക്ക് വേണമെങ്കിൽ ഇലക്ട്രോണിൻ്റെ അഡ്രസ്സ് എന്ന് പറയാം. ഒരു ഇലക്ട്രോണിൻ്റെ അഡ്രസ്സ് 4 ക്വാണ്ടം നമ്പർ നമുക്കറിയാമെങ്കിൽ ആ ഇലക്ട്രോൺ ഏത് ഓർബിറ്റലിൽ എവിടെയാണുള്ളത് എന്നുള്ളതിനെ പറ്റി നമുക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്വാണ്ടം നമ്പേഴ്സ് എന്തിനെയൊക്കെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾക്കൊന്ന് പരിശോധിക്കാം. അതിൽ ആദ്യത്തത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്, അതായത് എൻ എന്നുകൊണ്ട് കാണിക്കുന്ന ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് എനർജി ഓഫ് ദി ഇലക്ട്രോൺ. ആ ഇലക്ട്രോണിൻ്റെ എനർജിയെ കാണിച്ചു തരുന്നു. എനർജി ഓഫ് ഇലക്ട്രോണിനെ കാണിക്കുന്നു. ഇനി രണ്ടാമതായിട്ട് കാണിക്കുന്നത് ആവറേജ് ഡിസ്റ്റൻസ് ഓഫ് ആൻ ഇലക്ട്രോൺ ഫ്രം ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൽ നിന്നും എത്ര അകലെയാണ് ആ ഇലക്ട്രോൺ ഉള്ളത് എന്ന് കാണിക്കുന്ന ഒരു ക്വാണ്ടം നമ്പറാണ് എന്ത്, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ നമുക്ക് സാധാരണയായിട്ട് എന്നിന് സാധാരണയായിട്ട് 1, 2, 3, 4 ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ നമ്പേഴ്സ് കൊടുക്കുക. ഓക്കെ, ഇപ്പം ഈ 1 എന്ന് പറയുന്നത് n=1 ആണെങ്കിൽ n=1 എന്ന് പറയുന്ന ആ എനർജി ലെവലിനെ നമ്മൾ സാധാരണ കെ എന്ന് ഡെസിഗ്നേറ്റ് ചെയ്യും. കെ. അപ്പോൾ n=2 എന്ന് പറയുന്നതിനെ നമ്മൾ എൽ എന്ന് പറയും, അടുത്തതിനെ എം എന്ന് പറയും, പിന്നെ എൻ. ഇങ്ങനെയാണ് അതിൻ്റെ പോക്ക്. അപ്പോൾ നമുക്ക് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്തിനെയാണ് കാണിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ആ ഇലക്ട്രോൺ ഏത് മെയിൻ എനർജി ലെവലിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് കാണിക്കുന്ന ഒരു ക്വാണ്ടം നമ്പറാണെന്ത്, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. അതിന് നമ്മൾ സാധാരണയായിട്ട് 2 കാര്യങ്ങളാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഒന്ന് എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ആൻഡ് ദി സെക്കൻഡ് വൺ ഈസ് ദി ആവറേജ് ഡിസ്റ്റൻസ് ഓഫ് ആൻ ഇലക്ട്രോൺ ഫ്രം ദി ന്യൂക്ലിയസ്. ഈ ആവറേജ് ഡിസ്റ്റൻസ് ഫ്രം ന്യൂക്ലിയസ് എന്ന് പറയുന്നതാണ് എനർജി ലെവൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്നിൻ്റെ വാല്യൂ കൂടുന്തോറും ഇലക്ട്രോണിന് ന്യൂക്ലിയസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടിക്കൂടി വരും. ഇപ്പോൾ n=1 എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിന് ഏറ്റവും അടുത്തുള്ള എനർജി ലെവലാണ്, അതായത് കെ ഷെല്ല് എന്ന് നമ്മൾ സാധാരണയായിട്ട് പറയും. ഇനി n=2 ആകുമ്പോൾ കെൻ്റെനേക്കാളും കുറച്ച് ദൂരത്തുള്ള അതിൻ്റെ പുറത്തുള്ള ഒരു എനർജി ലെവലായിട്ട് മാറുന്നു. അതിനെയാണ് നമ്മൾ എൽ കൊണ്ട് കാണിക്കുന്നത്. അപ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണ്,
ആ ഇലക്ട്രോൺ ഏത് മെയിൻ എനർജി ലെവലിലാണ് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു ക്വാണ്ടം നമ്പർ ആണെന്ത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ഇനി രണ്ടാമത്താണ് ഏത് അസിമുതൽ ക്വാണ്ടം നമ്പർ. L കൊണ്ടാണ് നമ്മൾ സാധാരണ കാണിക്കുന്നത്. ഈ അസിമുതൽ ക്വാണ്ടം നമ്പർ എന്താണെന്ന് വെച്ചാൽ the orbital angular momentum of an electron എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് കാണിച്ചു തരുന്ന ക്വാണ്ടം നമ്പർ ആണെന്ത് അസിമുതൽ ക്വാണ്ടം നമ്പർ. അല്ലെങ്കിൽ കുറച്ചും കൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു ഓർബിറ്റലിൻ്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ക്വാണ്ടം നമ്പറാണ് അസിമുതൽ ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ L എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ ആ ഇലക്ട്രോൺ, നമ്മൾ പറയുന്ന ഇലക്ട്രോൺ ഏത് സബ് എനർജി ലെവലിലാണ് എന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു ക്വാണ്ടം നമ്പറാണ് അസിമുതൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് N മെയിൻ എനർജി ലെവലിനെയാണ് കാണിക്കുന്നതെങ്കിൽ L അതായത് അസിമുതൽ ക്വാണ്ടം നമ്പർ നമുക്ക് മെയിൻ സബ് എനർജി ലെവലിനെയാണ് കാണിക്കുന്നത്, സബ് ഷെല്ലിനെയാണ് നമ്മൾ കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ വാല്യൂ നോക്കിയാൽ ഫോർ എ ഗിവൺ വാല്യൂ ഓഫ് n നമുക്കൊരു n-ൻ്റെ വാല്യൂ ഒരു തന്നിരിക്കുന്ന ഒരു n വാല്യൂവിന്, അതായത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന് 0 to L-ൻ്റെ വാല്യൂ ആണ് പറയുന്നത് 0 to n-1 വാല്യൂസ് വരെ പോസിബിൾ ആണ്. ഓക്കെ, 0 to n-1 വരെയുള്ള വാല്യൂസ് പോസിബിൾ ആണ് ആർക്ക് L എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ നോക്കുക, ഇപ്പോൾ n equal to 1 ആണെങ്കിൽ അതായത് എനർജി ലെവലാണ് K എന്ന് പറയുന്ന എനർജി ലെവലാണ്. n equal to 1 ആണെങ്കിൽ n-1 തന്നെ എത്രയായിരിക്കും? 0 ആണ് അല്ലേ, 0 ആണ്. അപ്പോൾ 0 എന്ന് പറയുമ്പോൾ അതിന് ഒരു സബ്ഷെല്ല് മാത്രമേ ഉണ്ടാവൂ. n വാല്യൂ എന്ന് പറയുന്നത് ഒറ്റ വാല്യൂ മാത്രമാണ് അല്ലേ. n വാല്യൂ എന്ന് പറയുന്നത് ഒറ്റ വാല്യൂ ആയതുകൊണ്ട് തന്നെ 0 ആയതുകൊണ്ട് തന്നെ അതിന് എന്തേ ഉണ്ടാവും? ഒരു സബ് എനർജി ലെവൽ മാത്രമേ ഉണ്ടാവൂ, ഒരു സബ്ഷെല്ലും മാത്രമേ ഉണ്ടാവൂ. ആ സബ്ഷെല്ലിനെയാണ് നമ്മൾ സാധാരണയായിട്ട് 1s എന്ന് പറയുന്നത്. ഓക്കെ, ഇനി n equal to 2 ആണെങ്കിൽ അതിന് 0യും ഉണ്ടാകും, L വാല്യൂ എത്രയുണ്ടാവും? 0യും ഉണ്ടാവും, 1ഉം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ അതിന് 2 L വാല്യൂസ് പോസിബിൾ ആണ്. അതിന് 2 സബ്ഷെൽസ് ഉണ്ട്. അതിൽ ഒരു സബ്ഷെൽ ഏതാണ്? 2s ആണ്, രണ്ടാമത്തത് 2p ആണ്. In the case of energy level n equal to 3, then L can have values 0, 1, 2. അതിന് 3 എന്തുണ്ടാവും? സബ്ഷെൽസ് ഉണ്ടാവും. അത് ഏതൊക്കെയായിരിക്കും? 3s ആയിരിക്കും, 3p ആയിരിക്കും, പിന്നെ ഒന്ന് 3d ആയിരിക്കും. അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ L വാല്യൂ നമുക്ക് പറഞ്ഞു തരുന്നത് ഏത് സബ്ഷെല്ലിലാണ് ആ ഇലക്ട്രോൺ ഉള്ളത് എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ L വാല്യൂ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. L വാല്യൂ നമുക്കൊരു ടേബിൾ പോലെ വരച്ചാൽ ഓരോ സബ്ഷെല്ലിൻ്റെ L വാല്യൂസ് നമുക്ക് നോക്കിയാൽ വളരെ സിമ്പിളായിട്ട് മനസ്സിലാവും. നമുക്ക് ആവശ്യമുള്ളത് മാത്രം പറയാം. നമ്മൾ F സബ്ഷെല്ല് വരെയാണ് സാധാരണ പറയുക. അത് കഴിഞ്ഞിട്ടുണ്ട് G ഉണ്ട്, H ഉണ്ട്, ഒക്കെ ഉണ്ട്. നമുക്ക് 4 സബ്ഷെൽസ് പറയാം. ഇപ്പോൾ S സബ്ഷെല്ലാണെങ്കിൽ അതിൻ്റെ L വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും, P എന്ന് പറയുന്നതിൻ്റെ 1 ആയിരിക്കും, D എന്ന് പറയുന്നതിൻ്റെ 2 ആയിരിക്കും, F എന്ന് പറയുന്നതിൻ്റെ 3 ആയിരിക്കും. ഇത് നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. G എന്ന് പറയുന്നതിൻ്റെ 4 ആയിരിക്കും, H എന്ന് പറയുന്നതിൻ്റെ 5 ആയിരിക്കും. അങ്ങനെയൊക്കെ നമുക്ക് പറയാം. നമുക്ക് ഇവിടം വരെ ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദി അസിമുതൽ ക്വാണ്ടം നമ്പേഴ്സ് ഓഫ് സബ് എനർജി ലെവൽസ്. ഓക്കെ, ഇനി അടുത്തതാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് റെഫേഴ്സ് ടു ദി ഡിഫറെൻ്റ് ഓറിയൻറ്റേഷൻസ് ഓഫ് ഓർബിറ്റൽസ് ഇൻ സ്പേസ്. സ്പേസിൽ ഒരു ഓർബിറ്റലിനുള്ള ഏതൊക്കെ ഡയറക്ഷനിലാണ് അതിൻ്റെ ഓറിയൻറ്റേഷൻ എന്ന് കാണിച്ചു തരുന്ന ഒരു ക്വാണ്ടം നമ്പറാണ് എന്ത്? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. ഫോർ എ ഗിവൺ വാല്യൂ ഓഫ് L, there are 2L plus 1 M വാല്യൂസ്. ഓർമ്മിച്ച് വെക്കേണ്ട ഒരു പോയിൻ്റാണിത്. ഇപ്പോൾ ഒരു തന്നിരിക്കുന്ന ഒരു L വാല്യൂവിന് there are 2L plus 1 M വാല്യൂസ് ഉണ്ടാവും. അത് എവിടെ തൊട്ട് റേഞ്ച് ഉണ്ടാവും? -1 to +1 ഇൻക്ലൂഡിങ് 0. അപ്പോൾ ഈ റേഞ്ചിലാണ് M വാല്യൂസ് ഉണ്ടാവുക. ഏതാ? -1 to +1 ഇൻക്ലൂഡിങ് 0. ഇനി നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് എടുത്താൽ ഇപ്പോൾ S സബ്ഷെല്ലിൻ്റെ കാര്യം നമ്മൾ എടുക്കും. S സബ്ഷെല്ലിന് S സബ് എനർജി ലെവൽ നമ്മൾ എടുത്താൽ
എസിൻ്റെ എൽ വാല്യൂ എത്രയാണെന്ന് നമുക്കറിയാം, എൽ വാല്യൂ 0 ആണ്. എൽ വാല്യൂ 0 ആയതുകൊണ്ട് തന്നെ എം വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 2 × 0 + 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1 ആണ്. അപ്പോൾ ഒരു എം വാല്യൂ മാത്രമേ അതിനുണ്ടാവൂ. ഏതിന്, എസ് സബ്ഷെൽ എന്ന് പറയുന്നതിന് ഒരു എം വാല്യൂ മാത്രമേ ഉണ്ടാവൂ എന്ന് പറഞ്ഞാൽ അതിന് ഒരു ഓറിയൻറ്റേഷൻ മാത്രമേ ഉണ്ടാവൂ. അതായത് ആ എസ് സബ്ഷെല്ലിൽ ഡയറക്ഷണൽ പ്രോപ്പർട്ടീസ് ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. എവിടെയും ഇലക്ട്രോൺ കാണാനുള്ള പ്രോബബിലിറ്റി എല്ലായിടത്തും ഒരുപോലെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എസ് സബ്ഷെല്ലിന് എന്ത് ഷേപ്പാണ്, സ്ഫെറിക്കൽ ഷേപ്പാണ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓറിയൻറ്റേഷൻ മാത്രമല്ല, ആ എം 0 ആയിരിക്കും. എം വാല്യൂ എന്ന് പറയുന്നത് ഒറ്റ വാല്യൂ കിട്ടുന്നു. അപ്പോൾ എന്തായിരിക്കും, അത് 0 ആയിരിക്കും. ഓക്കെ, എം വാല്യൂ ഒരു എം വാല്യൂ മാത്രമേ ഉണ്ടാകൂ. അപ്പോൾ അതെന്തായിരിക്കും, 0 ആയിരിക്കും. ഇനി പി എന്ന് പറയുന്ന ഒരു സബ്ഷെൽ നമ്മൾ പരിഗണിച്ചാൽ അതിൻ്റെ എൽ വാല്യൂ 1 ആണ്. പി എന്ന് പറയുന്നതിൻ്റെ എൽ വാല്യൂ 1 ആണ്. സോ എം എത്ര വാല്യൂസ് ഉണ്ടാവും, 2 × 1 + 1 = 3 ഓറിയൻറ്റേഷൻസ് ഉണ്ടാവും, 3 ഓറിയൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ എം വാല്യൂസ് എത്രയൊക്കെയായിരിക്കും, എം വാല്യൂസ് ഏതൊക്കെയായിരിക്കും, എം വാല്യൂസ് എന്ന് പറയുന്നത് -1 0 + 1 ആയിരിക്കും. -1 0 + 1 ആയിരിക്കും. അതിൻ്റെ അർത്ഥം പി എന്ന് പറയുന്ന ഓർബിറ്റലിന് 3 ഓറിയൻറ്റേഷൻസ് ഉണ്ട്. ആ ഓറിയൻറ്റേഷൻസ് നമുക്ക് എങ്ങനെ പറയാം, PX, PY, PZ. നമ്മൾ ഷേപ്സ് ഓഫ് ഓർബിറ്റൽ പറയുമ്പോൾ അങ്ങോട്ടെത്തുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഇനി ഇൻ ദി കേസ് ഓഫ് ഡി ഓർബിറ്റൽ നമ്മൾ എടുത്താൽ അതിൻ്റെ എൽ വാല്യൂ എത്രയാണ്, ഡിൻ്റെ എൽ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. സോ എം വാല്യൂസ് എത്ര ഉണ്ടാവും, 2 × 2 + 1 എന്ന് പറഞ്ഞാൽ 5 എം വാല്യൂസ് ഉണ്ടാവും. അപ്പോൾ ഏതൊക്കെ ആയിരിക്കും, -2 -1 0 +1 +2 ഇത്രയും വാല്യൂസ് പോസിബിൾ ആണ്. ആർക്ക്, ഡി എന്ന് പറയുന്ന ഓർബിറ്റൽ. അതിൻ്റെ അർത്ഥം അതിന് 5 ഓറിയൻറ്റേഷൻസ് ഉണ്ട്, 5 ടൈപ്പ് ഓർബിറ്റൽ ഉണ്ട് ഏതിന്, ഡി ഓർബിറ്റലിന് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ എഫ് സബ്ഷെൽ നമ്മൾ പരിഗണിച്ചാൽ എൽ വാല്യൂ 3 ആണ്. അപ്പോൾ എന്ത് വരും, 2 × 3 + 1 എന്ന് പറഞ്ഞാൽ 7 ഓറിയൻറ്റേഷൻസ് ഉണ്ടാവും. അതിൻ്റെ എം വാല്യൂസ് ഏതൊക്കെ വരാം, -3 -2 -1 0 +1 +2 +3 ഇത്രയും വാല്യൂസ് അതിന് പോസിബിൾ ആണ്. 1 2 3 4 5 6 7. ഓക്കെ, എന്താണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇത് എന്താണ് തരുന്നത്, ഡിഫറെൻ്റ് ഓറിയൻറ്റേഷൻസ് ഓഫ് ഓർബിറ്റൽസ് ഇൻ സ്പേസ് ആണ് നമുക്ക് സാധാരണയായിട്ട് ഈ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ തരുന്നത്. ഇനി 4ാമത്തെ ക്വാണ്ടം നമ്പറാണ് സ്പിൻ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. ഇത് വളരെ സിമ്പിളാണ്. നമ്മൾ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിരിക്കുമ്പോൾ ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു, അതിൻ്റെ തന്നെ ഒരു ആക്സിസിൽ റിവോൾവ് ചെയ്യുന്നുണ്ട്, റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. റിവോൾവ് എന്ന് പറയുന്നതിനേക്കാൾ നല്ല റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2 രീതിയിൽ നമുക്ക് റൊട്ടേഷൻ സാധ്യമാണ്. ഒന്ന് ക്ലോക്ക് വൈസ്, രണ്ടാമത്തത് ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ ഇത് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ സ്പിൻ ക്വാണ്ടം നമ്പർ പറയുന്നത്. അതായത് സ്പിൻ ക്വാണ്ടം നമ്പറിന് 2 വാല്യൂസ് മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. ഒന്ന് +12, പിന്നെ ഒന്ന് -12. ഈ +12 എന്ത് കാണിക്കുന്നു, ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ് കാണിക്കുന്നതെങ്കിൽ -12 എന്ത് കാണിക്കുന്നു, ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ് കാണിക്കുന്നത്. നമ്മൾ അങ്ങനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒരു ഓർബിറ്റലിന് an orbital can afford only 2 electrons. 2 ഇലക്ട്രോൺസ് മാത്രമേ ഒരു ഓർബിറ്റലിന് അഫോർഡ് ചെയ്യാൻ പറ്റൂ. സോ ദേ ഹാവ് ഓപ്പോസിറ്റ് സ്പിൻ. അതായത് 2 ഇലക്ട്രോണുകൾ മാത്രമേ ഒരു ഓർബിറ്റലിൽ ഉൾക്കൊള്ളാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ അതിനെന്തായിരിക്കണം, അതിന് ഓപ്പോസിറ്റ് സ്പിൻ ആയിരിക്കണം. അപ്പോൾ ഒരു ഓർബിറ്റലിലുള്ള 2 ഇലക്ട്രോണുകൾ ഉണ്ടാവും. ആ 2 ഇലക്ട്രോണുകൾക്കുള്ള സ്പിൻ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒന്നിന് +12 ആണെങ്കിൽ മറ്റേതിന് -12 ആയിരിക്കും. അപ്പം നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് എന്താണ് ക്വാണ്ടം നമ്പേഴ്സ് എന്നുള്ളൊരു പോയിന്റാണ്. അപ്പോൾ ഈ ക്വാണ്ടം നമ്പേഴ്സ് എന്നുള്ള പോയിന്റുകൾ വെച്ച് നമുക്ക് ഒരു ആറ്റത്തിലുള്ള ഇലക്ട്രോണിൻ്റെ ഫുള്ള് കാര്യങ്ങൾ, പ്രോപ്പർട്ടീസ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതായത് ഏത് മെയിൻ എനർജി ലെവലിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്, ഏത് സബ് എനർജി ലെവലിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്, അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്, അതിൻ്റെ സ്പിൻ എങ്ങനെയാണ്, ഇതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. എന്തറിയാമെങ്കിൽ അതിൻ്റെ ഈ 4
ക്വാണ്ടം നമ്പേഴ്സ് അറിയാമെങ്കിൽ. സോ നമ്മൾ അതുകൊണ്ടാണ് ഈ ക്വാണ്ടം നമ്പേഴ്സിനെ എന്ത് പറയുന്നത്, അഡ്രസ് ഓഫ് ആൻ ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ക്വാണ്ടം നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇതാണ് ആ ചോദ്യം. റൈറ്റ് ഓൾ ക്വാണ്ടം നമ്പേഴ്സ് ഓഫ് ദി ഇലക്ട്രോൺ പ്രസന്റ് ഇൻ ദി ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് സോഡിയം ആറ്റം. അപ്പോൾ സോഡിയം ആറ്റത്തിൻ്റെ ഔട്ടർമോസ്റ്റ് സബ്ഷെല്ലിലുള്ള എന്ത് ഒരു ഇലക്ട്രോണിൻ്റെ എല്ലാ ക്വാണ്ടം നമ്പേഴ്സും നമുക്ക് എഴുതണം. അപ്പോൾ സോഡിയത്തിൻ്റെ സിമ്പൽ എന്താണ്, Na എന്നാണ്. അതിൻ്റെ അറ്റോമിക് നമ്പർ 11 ആണ്. സോ നമുക്ക് അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം: 1s2 2s2 2p6 3s1. സോ ഇപ്പോൾ ഇതാണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് സോഡിയം എന്ന് പറയുന്നത്. ഇതിൽ ഔട്ടർമോസ്റ്റ് ഷെല്ല് എന്ന് പറയുന്നത് ഈ 3s എന്ന് പറയുന്ന സബ്ഷെല്ലാണ്. അപ്പോൾ ഈ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണ്, ആ ഇലക്ട്രോണിനുള്ള എല്ലാ ക്വാണ്ടം നമ്പേഴ്സും, അതായത് ഏതൊക്കെ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n നമുക്ക് എഴുതണം, l നമുക്ക് എഴുതണം, m നമുക്ക് എഴുതണം, s നമുക്ക് എഴുതണം. നമ്മൾ n എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? n എന്ന് പറയുന്നത് ഏത് മെയിൻ ഷെല്ലിലാണ് അല്ലെങ്കിൽ മെയിൻ എനർജി ലെവലിലാണ് ആ ഇലക്ട്രോൺ ഉള്ളത്. നമുക്ക് മനസ്സിലായതാണ് മൂന്നാമത്തെ മെയിൻ എനർജി ലെവലിലാണ് എന്തുള്ളത്, ആ അവസാനത്തെ ഇലക്ട്രോൺ ഉള്ളത്. അപ്പോൾ അതിൻ്റെ n വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 3 ആയിരിക്കും. ഓക്കെ, ഇനി l വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും, അത് ഏത് സബ്ഷെല്ലാണെന്നാണ്. എസ് സബ്ഷെല്ലാകുമ്പോൾ l വാല്യൂ എത്രയായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, എസ് സബ്ഷെല്ലാണെങ്കിൽ അതിൻ്റെ l വാല്യൂ 0 ആയിരിക്കും. ഇനി m എന്ന് പറയുന്നത് ദർ ആർ 2l + 1 m വാല്യൂസ് ആണ്. അപ്പോൾ ഒരു വാല്യൂ മാത്രമേ ഉണ്ട്, കാരണം l 0 ആയതുകൊണ്ട് ഒരു വാല്യൂ മാത്രമേ ഉണ്ടാവും. അത് എത്രയായിരിക്കും, അതും 0 ആയിരിക്കും. ഇനി എസ് എന്ന് പറയുന്നത് ഒന്നുകിൽ നമുക്ക് +½ എഴുതാം, അല്ലെങ്കിൽ നമുക്ക് -½ ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. എങ്ങനെയാണ് നമ്മളിത് കിട്ടിയെന്നുള്ളത് ക്വാണ്ടം നമ്പേഴ്സിനെ പറ്റി ഒരു ഐഡിയ ഉള്ള ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ ആൻസർ എഴുതാൻ സാധിക്കും. ഓക്കെ, സോ ദിസ് ഈസ് അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദി ഡെസിഗ്നേഷൻ ഓഫ് ഓർബിറ്റൽസ് ഹാവിങ് ദി ഫോളോയിങ് ക്വാണ്ടം നമ്പേഴ്സ്. തന്നിരിക്കുന്ന ക്വാണ്ടം നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് ഏത് ഓർബിറ്റലിനെയാണ് ഡെസിഗ്നേറ്റ് ചെയ്യാൻ പറ്റുക എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. n = 3, l = 0, m = 0. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 3 ആണ്. അപ്പോൾ അത് ഏത് എനർജി ലെവൽ എത്രയാണ്, 3 ആണ് അല്ലേ. l 0 ആകുമ്പോൾ അത് ഏതാണ്, എസ് സബ്ഷെല്ലാണ്. അപ്പോൾ എന്തിനെ കാണിക്കുന്നു, അപ്പോൾ എസ് സബ്ഷെല്ലിൻ്റെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറും 0 ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ തന്നിരിക്കുന്ന ക്വാണ്ടം നമ്പേഴ്സ് ഡെസിഗ്നേറ്റ് ചെയ്യുന്ന ഓർബിറ്റൽ ഏതാണ്, 3s ഓർബിറ്റലാണ്. ഇനി ഇൻ ദി കേസ് ഓഫ് സെക്കൻഡ് നമ്മൾ നോക്കിയാൽ n = 3 ആണ്, അതും മെയിൻ എനർജി ലെവൽ 3 ആണ്, l = 2 ആണ്. അപ്പോൾ നമുക്കറിയാം 0 ആണെങ്കിൽ എസ് ആണ്, 1 ആണെങ്കിൽ പി ഓർബിറ്റലാണ്, l = 2 ആകുമ്പോൾ അത് ഏത് ഓർബിറ്റലായിരിക്കും, ഡി ഓർബിറ്റലായിരിക്കും. അപ്പോൾ അത് 3d ഓർബിറ്റലിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അടുത്തത് n = 5, l = 3. അപ്പോൾ മെയിൻ എനർജി ലെവൽ 5 ആണ്, l = 3 എന്ന് പറയുമ്പോൾ അത് എഫ് സബ്ഷെല്ലാണ്, ഫോർ എഫ് ഓർബിറ്റലാണ്. ഓക്കെ, അപ്പോൾ 5f എന്ന് പറയുന്ന ഓർബിറ്റലിനെയാണ് അത് കാണിക്കുന്നത്. ദെൻ അടുത്ത് നോക്കുക, n = 1, l = 0. അപ്പോൾ എന്താണ്, 1s എന്ന് പറയുന്ന ഓർബിറ്റലിനെയാണ് അത് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്വാണ്ടം നമ്പേഴ്സ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് സാധാരണയായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അത് രണ്ട് രീതിയിൽ ചോദിക്കാം. നമ്മൾ ആദ്യം ചെയ്ത പോലെയുള്ള ഒരു ഓർബിറ്റൽ തന്നിട്ട് അതിൻ്റെ എല്ലാ സാധ്യമായ എല്ലാ ക്വാണ്ടം നമ്പേഴ്സും എഴുതാൻ വേണ്ടി ചോദിക്കാം. രണ്ടാമതായിട്ട് ഇങ്ങനെയും ചോദിക്കാം, ഇങ്ങനെ ക്വാണ്ടം നമ്പേഴ്സ് തന്നിട്ട് അതേത് ഓർബിറ്റലിനെയാണ് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് എന്നും ചോദിക്കാം. അപ്പോൾ ഈ രണ്ട് രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മൾ കൃത്യമായി പഠിച്ചു വെക്കുക, വളരെ സിമ്പിളായിട്ട് പറയാൻ സാധിക്കും.